ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, വയനാട് ഉരുൾപൊട്ടൽ കേരളത്തെ മാത്രമല്ല ഏതാണ്ട് മനുഷ്യ മനസാക്ഷിയെ മുഴുവനും ഞെട്ടിച്ച ഒരു ദുരന്തം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യൻ ആർമി പോലെയുള്ള റെസ്ക്യൂ ടീം അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവൻ മരണ പോരാട്ടങ്ങളും സഹജീവി സ്നേഹങ്ങളുമൊക്കെ നമ്മൾ നേരിട്ട് അനുഭവിച്ച ചില അസുലഭ നിമിഷങ്ങൾ കൂടിയായിരുന്നു അത്. ചെറിയ 3 പൈതലുകളെ രക്ഷപ്പെടുത്തുന്ന അനർഘ നിമിഷത്തിനു കൂടി നമ്മൾ സാക്ഷിയായി. ഒരു മനുഷ്യൻ മണ്ണിനകത്ത് പൂന്തിക്കിടന്ന ദിവസങ്ങളോളം ജീവനുള്ള ആ മനുഷ്യ സ്ത്രീയെ നായയുടെ സഹായത്തോടുകൂടി മനുഷ്യ സാന്നിധ്യം കണ്ടെത്തി അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ കൂപ്പുകയോടുകൂടി നായയ്ക്ക് മുമ്പിൽ നിൽക്കുന്ന സുബൈദ താത്തയെയും നമ്മൾ കണ്ടത് നമ്മുടെ ജീവിതത്തിൽ വേറിട്ട അനുഭവങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ ഇതിന്റെ പിന്നിൽ നടന്ന ചില കള്ളക്കളികൾ, എരന്ന് തിന്നുന്ന നായെ തുരന്ന് തിന്നുക എന്ന് പറയില്ലേ, അതുപോലെ എലനക്കി നായുടെ ചിറിനക്കി നായകളായി ചില സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നറിയുമ്പോൾ വേദന തന്നെയാണ്. വയനാട്ടിലെ ആ ദുരന്ത മേഖലയ്ക്ക് വന്ന പണം മുക്കുന്നതിനു വേണ്ടി ഹേമ കമ്മിറ്റിയെ തുറന്നുവിട്ടു. അതുവരെ ഏതാണ്ട് 4-5 വർഷങ്ങളായി പൊടി പിടിച്ചിരുന്ന ഫയലുകൾ ദ്രുതഗതിയിൽ എടുക്കുന്നു, വിവാദങ്ങളാകുന്നു. ആ വിവാദത്തിനകത്ത് വയനാട് വന്ന പണവും വയനാട്ടിലെ ദുരിതബാധിതർക്ക് ചെയ്ത സഹായങ്ങളുമൊക്കെ മുങ്ങിപ്പോകുന്നു. അതിലെ കോടികളുടെ കണക്കുകൾ മീഡിയ പുറത്തു കൊണ്ടുവന്നില്ല. കാരണം ആ സമയത്ത് പീഡന വാർത്തകളുടെ പരമ്പര തന്നെയായിരുന്നു അതിനകത്തായി സകല മനുഷ്യരും. അതുകൊണ്ട് ആർക്കും തിരിച്ചറിയാൻ സാധിച്ചില്ല, ചോദ്യം ചെയ്യാനും കഴിഞ്ഞില്ല. ഇപ്പോഴിതാ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ അടക്കം സർക്കാർ ചിലവാക്കി എന്ന് പറയപ്പെടുന്ന പുറത്തുവിട്ട തുകയുടെ കണക്കുകൾ മാധ്യമങ്ങൾ പരിശോധിക്കുകയാണ് ഇഴകേറി. ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ ചെലവായത്രേ. ഇത് പ്രകാരം 359 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 2,76,00,000 രൂപ ചെലവിട്ടു എന്നാണ് പുറത്തു വന്ന കണക്കുകൾ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്ന വോളണ്ടിയർമാർക്ക് യൂസേഴ്സ് കിറ്റ് അഥവാ ടോർച്ച്, അംബ്രല്ല, റെയിൻകോട്ട്, ഗംബൂട്ട് ഇതൊക്കെ നൽകിയ വകയിൽ 2,98,00,000 രൂപ ചിലവായി എന്നാണ് സർക്കാർ വിടുന്ന കണക്കുകൾ. ദുരിതാശ്വാസ ക്യാമ്പിലുള്ള ആളുകൾക്ക് വസ്ത്രം വാങ്ങാൻ 11 കോടി ചെലവിട്ടതായും സർക്കാരിന്റെ കണക്ക്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് സർക്കാർ കണക്കുകൾ അറിയിക്കുന്നത്. വോളണ്ടിയർമാരെ ദുരന്ത മേഖലയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി 4 കോടി രൂപ ചെലവഴിച്ചു എന്നും കണക്ക്. സൈനികർക്കും വോളണ്ടിയർമാർക്കും ഭക്ഷണത്തിനും വെള്ളത്തിനുമായി 10 കോടി ചെലവഴിച്ചത്രേ. ഇവരുടെ താമസത്തിനു വേണ്ടി 15 കോടി ചെലവിട്ടു എന്ന് സർക്കാരിന്റെ കണക്ക്. ദുരന്തം സംഭവിച്ച ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈയിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്നതിന് 12 കോടി ചെലവ്. ബെയിലി പാലത്തിന്റെ കല്ലുകൾ നിരത്തിയതടക്കമുള്ള അനുബന്ധ ജോലികൾക്ക് 1 കോടി രൂപ ചെലവഴിച്ചു എന്നും കണക്ക്. വോളണ്ടിയർമാർക്കും സൈനികർക്കും ചികിത്സാ ചെലവായി 2,02,00,000 രൂപ ചിലവഴിച്ചു. ക്യാമ്പുകളിലേക്കുള്ള ഭക്ഷണ ചെലവ് 8 കോടി രൂപ. ക്യാമ്പുകളിൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നതിനു വേണ്ടി മാത്രം 7 കോടി രൂപ ചെലവഴിച്ചു എന്നും പുറത്തുവരുന്ന കണക്കുകൾ. ദുരന്തമുണ്ടായ ചൂരൽമലയിൽ വെള്ളം കെട്ടിനിന്ന ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 3 കോടി രൂപ ചെലവഴിച്ചു. ഡ്രോണ്, റഡാർ വാടക 3 കോടി രൂപ. DNA പരിശോധനയ്ക്കു വേണ്ടി മാത്രം 3 കോടി രൂപ ചെലവഴിച്ചു. JCB, ഹിറ്റാച്ചി, ക്രെയിൻസ് തുടങ്ങിയ യന്ത്ര സാമഗ്രികൾക്കു വേണ്ടി മാത്രം 15 കോടി രൂപ ചെലവഴിച്ചത്രേ. എയർലിഫ്റ്റിംഗ്, ഹെലികോപ്റ്റർ ചാർജ് 17 കോടിയും ദുരിതാശ്വാസ നിധിയിൽ നിന്നും ചെലവായതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കുന്നു.
കൃഷി നഷ്ടമുണ്ടാക്കിയതിന് ഹെക്ടറിന് 47,000 രൂപ നൽകുമെന്നായിരുന്നു റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നത്. മാധ്യമങ്ങളിലൂടെ സാധാരണക്കാർ പ്രതികരിക്കുന്നത് ഇതൊരു മുൻകൂർ ജാമ്യമാണെന്നാണ്. SDRFന്റെ മാനദണ്ഡ പ്രകാരം മുൻകൂട്ടി കൊടുത്ത ആന്റിസിപ്പേറ്ററി ബെയിൽ, അതായത് ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്തു കഴിഞ്ഞാൽ മുൻകൂർ ജാമ്യമായല്ലോ, നമുക്ക് ഇത്രയൊക്കെ ചെലവായിട്ടുണ്ട് കേട്ടോ, ഇത്ര എസ്റ്റിമേറ്റ് ആണ് വന്നത് കേട്ടോ എന്നൊന്ന് ബോധ്യപ്പെടുത്താമല്ലോ. കാരണം കോടികൾ കൊടുത്തവർ കണക്കുകൾ ചോദിച്ചാലോ, ഏതെങ്കിലും മാരാർമാർ സമൂഹത്തെ ഇത് അറിയിച്ചാലോ മാധ്യമങ്ങളിലൂടെ 90 ദിവസത്തേക്ക് വരെ തെരച്ചിൽ നടത്തി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ക്യാമ്പുകൾ അടക്കമുള്ള പ്രവർത്തനങ്ങൾ തുടരാൻ സാധ്യതയുണ്ടെങ്കിൽ എത്ര ചെലവ് വരും എന്ന എസ്റ്റിമേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മെമ്മോറാണ്ടം എപ്പോഴും നൽകുന്നത് അപ്രകാരമാണ്, അതല്ലാതെ ചിലവഴിച്ച തുകയല്ല എന്ന് സാധാരണ ജനങ്ങൾ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. അതായത് കാള പെറ്റു എന്ന് കേട്ട ഉടനെ തന്നെ കയറെടുക്കുന്ന ആളുകൾക്ക് മുമ്പിൽ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് കൂടിയാണിത്. ദുരന്തമുഖത്ത് നമ്മുടെ സഹജീവികൾക്ക് നാടിനുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ഒരുമിച്ച് നിൽക്കുന്നതിനു വേണ്ടി ജനങ്ങളെല്ലാവരും തമ്മിൽ സഹകരിച്ച് ആ ദുരിതബാധിതരായ ആളുകൾക്കും അവരെ സഹായിക്കാൻ വേണ്ടി വന്ന ആളുകൾക്കും രക്ഷാപ്രവർത്തനത്തിന് അടക്കം വന്ന മുഴുവൻ ആളുകൾക്കും സൗജന്യമായി കുറ്റമറ്റ രൂപത്തിൽ ഒരു പരാതിയോ പരിഭവമോ ഇല്ലാതെ ഭക്ഷണം നൽകിയിരുന്നില്ലേ? ആ ഭക്ഷണ വിതരണം തടസ്സപ്പെടുത്തി വീണ്ടും കോടികൾ ചെലവഴിച്ചെന്നോ? ഇന്ന് ജൂതനുണ്ടാക്കിയ മീഡിയ വഴി സാധാരണ ജനങ്ങൾക്ക് പോലും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ സൗകര്യമുണ്ടായിരിക്കെ ജനങ്ങൾ ചോദിക്കും. മീഡിയകൾ ഈ വ്യാജ കണക്കുകൾ പൊളിച്ചടുക്കുക തന്നെ ചെയ്യും. ഇതിന്റെ ഇപ്പോഴാണല്ലോ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ സർക്കാർ ചെലവാക്കിയ കണക്കുകൾ പുറത്തുവിടുന്നത്. ഹൈക്കോടതിയിൽ സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിനൊപ്പമുള്ള റിപ്പോർട്ടിലാണ് ഈ ഭീമൻ കണക്കുകളുടെ വിശദ വിവരങ്ങൾ പുറത്തുവരുന്നത്. ദുരിതബാധിതർക്ക് നൽകിയതിനേക്കാൾ തുക വോളണ്ടിയർമാർക്ക് ചെലവഴിച്ചതായിട്ടാണ് കോടതിയിൽ സമർപ്പിച്ച കണക്കുകൾ പറയുന്നത്. ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപയാണ് ചെലവെന്ന് പറഞ്ഞ് 359 മൃതദേഹങ്ങൾക്ക് 2,76,00,000 രൂപ ചെലവിട്ടു എന്നതാണ് കണക്ക്. ദുരിതബാധിതർക്കായിട്ടുള്ള വസ്ത്രങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ചു നൽകിയതെവിടെ? പക്ഷേ സർക്കാർ കണക്ക് പുറത്തു വന്ന സമയത്ത് ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്ക് വേണ്ടി 11 കോടി രൂപ ചെലവായി എന്നാണ് ഭീമൻ കണക്കുകൾ പറയുന്നത്. കോടികളുടെ സർക്കാർ കണക്കുകൾ പുറത്തു വന്നതോടെ ഇതിലെ പൊരുത്തക്കേടുകൾ ആരോപിച്ച് ആക്ഷേപവും ശക്തമായി രംഗത്തു വരുന്നു. വോളണ്ടിയർമാരുടെയും സൈന്യത്തിന്റെയും യാത്രയ്ക്കും ഭക്ഷണത്തിനുമായി 14 കോടി രൂപയുടെ ചെലവാണ് പുറത്തു വരുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ജനറേറ്റർ ചെലവ് 7 കോടി വരും. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്ന വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് നൽകിയ വകയിൽ 2.98 കോടി രൂപയോ ചെലവായത്. ഇതിനെല്ലാത്തിനും വ്യക്തമായ കണക്കുകൾ ബോധ്യപ്പെടുത്തുമ്പോൾ ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വാഹനങ്ങൾ ഉപയോഗിച്ച വകയിൽ എങ്ങനെയാണ് 12 കോടി എന്ന് പബ്ലിക് ചോദിക്കുന്നു. മിലിറ്ററി വോളണ്ടിയർമാരടക്കം അവരുടെ താമസ സൗകര്യങ്ങൾ ഒരുക്കിയതിൽ 15 കോടി. ഇതെന്ത് കണക്കാണെന്നാ ചോദിക്കുന്നത്. 8 കോടി ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷണം, മെഡിക്കൽ പരിശോധന 8 കോടി, ഡ്രോൺ റഡാർ വാടക 3 കോടി, DNA പരിശോധന 3 കോടി. 4000-ഓളം ആളുകളാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ ഉണ്ടായിരുന്നത്. ഒറ്റ നോട്ടത്തില് കണക്കുകൾ മൊത്തം പൊരുത്തക്കേടുകളാണ്. ഈ പൊരുത്തക്കേടുകൾ പബ്ലിക് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇനിയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യൂ, കോടികൾ അടിച്ചുമാറ്റി കമ്മികളുടെ ദുരിതം അവസാനിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ ഈ മാധ്യമത്തിന്റെ വാർത്തകൾക്ക് താഴെ കമന്റുകൾ ചെയ്യുകയാണ്.
ജനങ്ങൾക്ക് സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ഈ കള്ളക്കണക്കുകൾ ഇനി ആരെയാണ് ബോധ്യപ്പെടുത്തേണ്ടത് എന്നും ജനങ്ങൾ തന്നെ ചോദിക്കുന്നു. ഞങ്ങൾക്കിതിൽ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി എന്നും കമന്റുകൾ വരും. നന്ദി.